ഇത് കവിഞ്ഞൊഴുകുന്നതാണ് ചില ചുറ്റുപാടും മുഴുവൻ ഉയർത്തി. ഇപ്പം ടാറിട്ടോണ്ട് റോഡ് ഉയർത്തി, വീട്ടുകാർ തൊട്ടടുത്ത വീട്ടുകാരുടെ എല്ലാം ഉയർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര താന്നു പോയത്. മഴ നനഞ്ഞിപ്പം അത് കുതിർന്ന് ആ ഒരു പ്രശ്നങ്ങളിലേക്ക് വരും. അതൊക്കെ ഒരു പ്രശ്നമാണ്. അല്ല, എല്ലാ വർഷവും ഉണ്ട്. ചിലപ്പോൾ 3-4 തവണയാണ് മഴവെള്ളം വരുമ്പോൾ ഇങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. ഈ ഒരു അവസ്ഥ ആയതുകൊണ്ട് നമുക്കിപ്പോൾ അതുങ്ങളെ സ്വീകരിക്കാനായിട്ട് പറ്റുന്നില്ല. ഒരു വിഷമത്തിലാണ് ഞങ്ങളും പിള്ളേരും എല്ലാം ഇരിക്കുന്നത്. ഇരുപത്തേഴ് വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ ഈ ഒരു സ്ഥിതിയാണ്. 2-3 പ്രാവശ്യം കയറും വെള്ളം. നമസ്കാരം. സംസ്ഥാനമൊട്ടാകെ കുട്ടികൾ അത്യധികം ആഹ്ലാദത്തോടെ സ്കൂൾ പ്രവേശനോത്സവം ആഘോഷിക്കുമ്പോൾ ചിലയിടങ്ങളിൽ മാത്രം കുട്ടികൾക്ക് സ്കൂളിലെത്താൻ കഴിയാതെ വിഷമത്തിലാണ് ഇപ്പോൾ കാണുന്നത്. ഒരു സ്കൂൾ മുറ്റമാണ്. അവിടെ നിറയെ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. കോട്ടയം പടിഞ്ഞാറൻ മേഖലയിലെ തോണ്ടമ്പ്രാൽ LP സ്കൂൾ മുറ്റമാണ് ഈ കാണുന്നത്. സ്കൂൾ നിറയെ ക്ലാസ് മുറികളിലൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കുകയായിരുന്നു. ഇപ്പോൾ അധ്യാപകരും സമീപവാസികളായ ചെറുപ്പക്കാരും ഒക്കെ ചേർന്ന് ആ വെള്ളം അവിടെ നിന്നും മാറ്റി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. നമുക്ക് ഇവിടുത്തെ ടീച്ചർമാരോട് ചോദിക്കാം, കുട്ടികൾ എത്താത്തതിന് അവർക്ക് എത്രത്തോളം വിഷമമുണ്ട് എന്നൊരു കാര്യം നമുക്ക് ടീച്ചർമാരോട് തന്നെ നമുക്ക് ചോദിക്കാം. സ്കൂളിലെ ഹെഡ് മിസ്സസായ വിധുബാല ടീച്ചറിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. ടീച്ചറെ, എല്ലാ സ്ഥലങ്ങളിലും വലിയ ആഘോഷങ്ങളാണ് നടക്കുന്നത്, ഇവിടെ മാത്രം ക്ലീനിങ് ആണല്ലേ? അതെ, ഇന്നിപ്പം സ്കൂൾ തുറക്കുന്ന എല്ലാ കുട്ടികളും സന്തോഷത്തോടെ വരേണ്ട ദിവസമായിരുന്നു. ബാക്കി എല്ലാ സ്കൂളിലും കുട്ടികൾ പോകുന്ന കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ സങ്കടമുണ്ട്. ഇപ്പോഴത്തെ ഈ അവസ്ഥ നിങ്ങൾക്ക് കണ്ടല്ലോ. ഇതിനകം മുഴുവൻ വെള്ളമായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് മഴ കുറഞ്ഞപ്പോൾ വെള്ളം ഇറങ്ങിയതാണ്. ബെഞ്ചും എല്ലാ ഡെസ്കും എല്ലാം വെള്ളത്തിലായിരുന്നു. ഇപ്പം സഹായിക്കാൻ വേണ്ടി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരുടെ കൂടി ഇപ്പോൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളെല്ലാവരും ഇപ്പം ക്യാമ്പിലും എല്ലാവരും ദൂരോട്ടൊക്കെ മാറിയിരിക്കുകയാണ്. എല്ലാവരും ഞങ്ങൾ എല്ലാ ദിവസവും വിളിക്കുന്നുമുണ്ട്, അന്വേഷിക്കുന്നൊക്കെ ഉണ്ട്. കാഴ്ചസഭയൊക്കെ കൊടുത്തിട്ടുണ്ട്. എത്രയും വേഗം തുറക്കണം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്നായിരിക്കും ഇവിടുത്തെ പ്രവേശനോത്സവം? ഇപ്പം ഓഫീസിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് വെള്ളം എല്ലാം താന്ന് എല്ലാം വൃത്തിയാക്കിയ ശേഷം തുറന്നാൽ മതി എന്നാണ് EO സാർ അറിയിച്ചിരിക്കുന്നത്. അതനുസരിച്ച് വെള്ളം ഒന്ന് കുറയാൻ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികളൊക്കെ വിഷമത്തിലാണോ? അവരെല്ലാം പറഞ്ഞോ? കുട്ടികൾ പിന്നിൻ്റെ അവരെല്ലാം വിളിക്കുമ്പോൾ സന്തോഷത്തോടെ വരാൻ വേണ്ടി ഇരിക്കുക. ബലൂണും മിഠായിയൊക്കെ കിട്ടാൻ ഞങ്ങൾ പറഞ്ഞപ്പോൾ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും. പക്ഷേ ഇതൊന്ന് താഴാൻ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. എങ്ങനെയാണ് നിങ്ങളുടെ ഇവിടുത്തെ പ്രവേശനോത്സവ കളി? ഈ പാട്ടും അങ്ങനെ പരിപാടികളൊക്കെ കാണുമോ? ഭയങ്കര ആഘോഷമായിരിക്കും. പിന്നിൻ്റെ എല്ലാം ഉണ്ട്. കുട്ടികളെ സ്വീകരിക്കാൻ വേണ്ടി, നവജാതരെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാം മെമ്പറൊക്കെ ആണല്ലോ, അവരെ എല്ലാവരും വിളിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ HM റിട്ടയർ ആയാണ്, ടീച്ചർ വരും, മാനേജർ വരും, കമ്മിറ്റിക്കാരെ എല്ലാവരും, പൂർവ്വ അധ്യാപകർ എല്ലാവരും കൂടെ വന്നാണ് സ്വീകരണം നടത്തുന്നത്. എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഇനിയിപ്പം ഈ മേഖലയിൽ വലിയ ശക്തമായ മഴ പെയ്തു. അപ്പം മഴ പെയ്തപ്പോൾ ഇവിടെ ഈ ഗ്രൗണ്ട് നിറയെ വെള്ളം കിടക്കുകയാണല്ലേ? ഇത് കവിഞ്ഞൊഴുകുന്നതാണ് ചില ചുറ്റുപാടും മുഴുവൻ ഉയർത്തി. ഇപ്പം ടാറിട്ടോണ്ട് റോഡ് ഉയർത്തി, വീട്ടുകാർ തൊട്ടടുത്ത വീട്ടുകാരുടെ എല്ലാം ഉയർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര താന്നു പോയത്. പക്ഷേ മണ്ണിട്ടൊക്കെ പൊക്കാനൊക്കെ അല്ലെങ്കിൽ സഹായിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് വളരെ ഉപകാരമായിരുന്നു. അതുകൊണ്ട് കുഴിയിലായിട്ട് വെള്ളം ഒഴുകി പോകാൻ മാർഗ്ഗമില്ല ഇവിടെ. അതാണ് സ്കൂളിനകത്തതാണ് ഇത്രയും വെള്ളം കെട്ടിക്കിടക്കുന്നത്. ഇതിപ്പം ഈ വർഷമാണോ ആദ്യമേ? അല്ല, എല്ലാ വർഷവും ഉണ്ട്. ചിലപ്പോൾ 3-4 തവണയാണ് മഴവെള്ളം വരുമ്പോൾ ഇങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. സീസൺ അത് തന്നെ. വെള്ളപ്പൊക്കം ആയാൽ ഇത് തന്നെ അവസ്ഥ. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കുറേ വീടുകളിലൊക്കെ വെള്ളം കയറിയൊക്കെ ക്യാമ്പിലാണോ? എല്ലാവരും ക്യാമ്പിലാണെങ്കിൽ ദൂരേക്ക് അവരുടെ ബന്ധുക്കാരുടെ വീട്ടിലേക്ക് പോയിരിക്കുവാണ് എല്ലാവരും. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ദിവസത്തെ പണിയുണ്ടോ നിങ്ങൾ ടീച്ചർമാർക്കെല്ലാം കൂടെ? പിന്നില്ലേ, ഉണങ്ങണ്ടേ? ഒന്ന് ഇപ്പം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് ഉണങ്ങാതെ പിള്ളേരെ നമുക്ക് ഇരുത്താൻ പറ്റിയല്ലോ. ഈ 2 മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കുട്ടികൾ ഇന്ന് വരേണ്ടതല്ലേ? അപ്പം വലിയൊരു ആഘോഷം അല്ലെങ്കിൽ ആഹ്ലാദമൊക്കെ നിറയുന്ന, കുട്ടികളുടെ കളിയും ചിരിയും എല്ലാം നിറയേണ്ട ഒരു സമയത്താണ് ഇങ്ങനൊരു വിഷമമല്ലേ? ഇപ്പം തുറക്കുമായിരുന്നുണ്ടെങ്കിൽ ഇപ്പം ഈ സമയത്ത് എല്ലാവരും നല്ല സന്തോഷമായിട്ട് കുട്ടികളൊക്കെ ആയിട്ടിരിക്കേണ്ട ഒരു സമയമാണ്. പക്ഷേ ഈ ഒരു അവസ്ഥ ആയതുകൊണ്ട് നമുക്കിപ്പോൾ അതുങ്ങളെ സ്വീകരിക്കാനായിട്ട് പറ്റുന്നില്ല. ഒരു വിഷമത്തിലാണ് ഞങ്ങളും പിള്ളേരും എല്ലാം ഇരിക്കുന്നത്. ഇതിപ്പോൾ കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ കുമ്മനം എന്ന സ്ഥലമാണല്ലേ? ഇവിടെ ഇങ്ങനെ പതിവായിട്ടുള്ള ഒരു പ്രശ്നമുണ്ടോ? അമ്മ ഇവിടെ ജോലി ചെയ്യുന്ന 27 വർഷമായി ഞാൻ ജോലിക്ക് വന്നിട്ട്. അന്ന് മുതൽ ഇവിടെ വെള്ളക്കെട്ട. ഇപ്പം കുഞ്ഞുങ്ങളെല്ലാം ഒരുങ്ങി ബാഗും മറ്റു സാധനങ്ങളും എല്ലാം മേടിച്ച് ഒരുങ്ങിയിരിക്കുക. എൻ്റെ മകൻ്റെ കൊച്ചു വരെ ഉണ്ട് ഇവിടെ. എല്ലാ സംഘം ഇന്ന് പോയപ്പോൾ എൻ്റെ കൂടെ പോരാനിറങ്ങിയതാണ്. സ്കൂൾ തുറക്കാൻ ഞാൻ പറഞ്ഞു, മോനെ തുറക്കാറായില്ല, അവിടെ മുഴുവൻ വെള്ളത്തിൽ കിടക്കുവാന്ന് പറഞ്ഞ് കഴുകാൻ ഞാനും എൻ്റെ മോനും കൂടെ വന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ 25 ഞങ്ങൾക്ക് ഇവിടുന്ന് പൊക്കി തരുമായിരുന്നെങ്കിൽ ഒരു ഉപകാരമായിരുന്നു. 27 വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ ഈ ഒരു സ്ഥിതിയാണ്. 2-3 പ്രാവശ്യം കയറും വെള്ളം. ഈ കുട്ടികളൊക്കെ എന്ത് പറയുന്നു? അമ്മയുടെ സമീപത്തുള്ള കുട്ടികളൊക്കെ പറഞ്ഞില്ലേ വരട്ടെ എന്നൊക്കെ ചോദിച്ചു? പിന്നെ എല്ലാവരും ചോദിച്ചു, വരട്ടെ നമുക്ക് പാട്ട് പാടണ്ടേ, ഡാൻസ് കളിക്കണ്ടേ. എൻ്റെ കൊച്ചെല്ലാം പഠിച്ചിരിക്കുക, കളിക്കാനും ഒക്കെ. എന്നാലും വെള്ളമായത് ഇപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുക മറ്റുള്ള സ്കൂളുകൾ നടത്തുന്നത്.
സ്കൂളിൽ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ എനിക്ക് വലിയ വിഷമമുണ്ട്. ഒരുപാടുണ്ടോ സാറേ ക്ലീൻ ചെയ്യാൻ വേണ്ടി? ഇപ്പോൾ ഇത് നമ്മൾ ഈ റൂം ക്ലീൻ ആക്കിയാലും അപ്പുറത്തും സ്റ്റാഫ് റൂമും ഓഫീസും എല്ലാം ക്ലീൻ ആക്കാൻ നടക്കും. അതുപോലെ ചെളി കയറിയില്ല, വെള്ളം അത്രയും കയറിയായിരുന്നു. അതുകൊണ്ട് ഒരു ക്ലീൻ ആക്കാണ്ട് നമുക്ക് പിള്ളേരെ വിളിക്കുക അല്ലെങ്കിൽ വെള്ളം ഇറങ്ങാൻ പിള്ളേരെ വിളിക്കുക എന്നുള്ള സാഹചര്യം ഇല്ല. അപകടാവസ്ഥയിലാണ്. ഇപ്പോൾ പിള്ളേർ വന്നാൽ പോലും ഈ വെള്ളത്തിൽ നമുക്ക് മുറ്റത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങോട്ട് വരവും കയറ്റുവരവും ബുദ്ധിമുട്ടാവും. നാശനഷ്ടങ്ങളുണ്ടോ എന്തെങ്കിലും മറ്റേ മെഷീനറി ഉപകരണങ്ങളൊക്കെ? ഇല്ല, ഞങ്ങളെല്ലാം അതിന് മുന്നേ ഉണ്ടായിരുന്ന പുസ്തകങ്ങളും പേപ്പർ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് മേളത്തെ നിലകളിലേക്ക് കയറ്റി വെച്ചു. അപ്പം ഇതുകൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ വെള്ളം നനയുന്നുണ്ട്, ഈ ഡെസ്ക് ബെഞ്ചൊക്കെ ഒരു വർഷം കാലാവധി കിട്ടത്തില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഈ ഇപ്പം മഴ നനഞ്ഞിപ്പം അത് കുതിർന്ന് ആ ഒരു പ്രശ്നങ്ങളിലേക്ക് വരും. അതൊക്കെ ഒരു പ്രശ്നമാണ്. ഒരുപാടുണ്ടോ ക്ലീൻ ചെയ്യാൻ വേണ്ടി? അത്യാവശ്യമുണ്ട്. ഇപ്പം തന്നെ തുടങ്ങിയതുള്ളൂ. ഇപ്പം ഇന്നുകൊണ്ട് തീർക്കണം എന്നുള്ള പ്രതീക്ഷയാണ് ഇരിക്കുന്നത്. ശരി, ഏതായാലും മഴ ചെറിയ മാറ്റം ഉണ്ടല്ലേ? മഴ ഇന്നലെ കുറവായിരുന്നു, ഇന്നലെ പെയ്തില്ലല്ലോ. ഇന്നിപ്പം ചെറുതായിട്ടൊന്ന് ചാറി. ഈ 2 ദിവസം കൂടെ ഇങ്ങനെ ഒരു മഴ ഇല്ലാണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് വ്യാഴം വെള്ളിയൊക്കെ ദിവസങ്ങളിലെല്ലാം നടത്താൻ പറ്റും പ്രവേശനോത്സവം. അടിപൊളിയാക്കാനുള്ള പ്ലാനാണ്. പിന്നെ അതെന്നെ ചോദ്യം, അടിപൊളിയാക്കിയിരിക്കും. ഇത് കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിലെ കുമ്മനം എന്ന പ്രദേശത്താണ് ഈ LP സ്കൂളുള്ളത്. ഏറെ വർഷത്തെ പാരമ്പര്യമുള്ളൊരു സ്കൂളാണ്. എല്ലാ തവണയും ജൂൺ 1, 2 ദിവസങ്ങളിലൊക്കെ കുട്ടികൾ ഇതുപോലെ സ്കൂൾ പ്രവേശനോത്സവ ദിവസങ്ങളിലൊക്കെ വരാറുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അത് സാധിക്കുന്നില്ല. എല്ലാവരും പ്രവേശനോത്സവം നടക്കുന്ന സമയങ്ങളിൽ ഇവരുടെ സ്കൂൾ മുറ്റം നിറയെ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. അവർ പറയുന്നത് മറ്റ് സമീപ പ്രദേശങ്ങളിലൊക്കെ ഉയർത്തി നിർമ്മാണമൊക്കെ നടത്തിയതിനാൽ ഞങ്ങളുടെ സ്കൂൾ താഴെ പോയി വെള്ളം ഒഴുകി പോകുന്നതിനുള്ളൊരു സംവിധാനമില്ല. അതിന് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അത് ഒരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തണമെന്നുകൂടി ഈ സ്കൂൾ അധ്യാപകരും പ്രതിനിധികളുമൊക്കെ PTA കമ്മിറ്റി ഭാരവാഹികളൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ആ കുട്ടികൾ വീട്ടിലിരിക്കുകയാണ്. എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവമൊക്കെ നടത്തുമ്പോൾ ഞങ്ങളുടെ പ്രവേശനോത്സവം എന്നാണെന്ന് കുട്ടികൾ വിളിച്ചു ചോദിക്കുന്നുണ്ട്. ഉടൻ തന്നെ അവരുടെ പ്രവേശനോത്സവം വളരെ നല്ല നിലയിൽ നടക്കട്ടെ, ആഹ്ലാദപൂർവ്വം ആഘോഷത്തോടെ നടക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ക്യാമറാമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.